ഹലോ. വൺ ഫ്രെയിം ടു ലൊക്കേഷൻസ്. ഒന്ന് നമ്മൾ മൂന്നാർ രാജമല പോകുന്ന റൂട്ടിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു ചെറിയ തോട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ചിലപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു അധികം ആളുകളൊന്നും കയറുന്നത് കാണുന്നില്ല. കുറച്ച് പേരൊക്കെ ദൂരത്തൊക്കെ നിൽക്കുന്നത് കാണാം. ഈ തോടിൻ്റെ അങ്ങേയറ്റത്തൊരു വഴിയാണ്, നമ്മൾ രാജമല പോകുന്ന വഴിയാണ്. പക്ഷെ അവിടെ ആളുകളൊക്കെ നിൽക്കുന്നത് കാണാം. അധികം ആളുകളൊന്നും ഇതിലെ പോകുന്നൊന്നും ഇങ്ങോട്ട് കടക്കുന്നൊന്നും കണ്ടില്ല. ചിലപ്പം ഇതുപോലുള്ള സമയത്തൊക്കെ വന്നാൽ ചിലപ്പോൾ കയറാൻ പറ്റുമായിരിക്കും. നല്ല രസമാണ്, കുളിക്കാൻ പറ്റും. പിന്നെ കുളിക്കാൻ ഒരാൾക്ക് ഇറങ്ങി കിടക്കാനുള്ള വെള്ളമൊന്നുമില്ല. പക്ഷെ നല്ല തണുത്ത ഒരു കുഞ്ഞരുവിയാണ്, നല്ല തണുത്ത വെള്ളം ഒഴുകുന്ന കുഞ്ഞരുവിയാണ്. സൈഡിലൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ഒക്കെ നിൽക്കുന്നുണ്ട്. നമ്മൾ കണ്ടിട്ടില്ലാത്ത വെസ്റ്റേൺ ഗട്ട്സിൽ മാത്രമുള്ള കുറേ കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് ഉണ്ട്. കുറേ മരുന്ന് ചെടികൾ, ഔഷധ സസ്യങ്ങൾ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വെള്ളത്തിൻ്റെ ശബ്ദം നമുക്കവിടെ നമ്മൾ ഏകാന്തമായിട്ടിരിക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. ഇതിൻ്റെ ശബ്ദം തന്നെ വെള്ളം ഒഴുകുന്ന സ്വരം കേൾക്കാൻ നല്ല ഒരു സുഖമുണ്ട്. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് വേറെ ജീവികളൊന്നും ഉള്ളതായിട്ടൊന്നും തോന്നിയില്ല. കാടുണ്ട്, കാടാണ്, ചെറിയ കാട്. ഇവിടെ കാണുന്നുണ്ട് ചെറിയ കാട്ടിൽ. പിന്നെ ചെറിയ കാടിൻ്റെ നടുക്കാണ് ഈ സംഭവം. അപ്പുറത്ത് റോഡുണ്ട്, റോഡിൽ കൂടെ ആളുകൾ പോകുന്നതൊക്കെ നമുക്ക് കാണാം. രാജമലയിലോട്ട് പോകുന്ന യാത്രക്കാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ കാടാണ്, കാടിൽ വെള്ളം, ഒരു കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഉണ്ട്. വേനൽക്കാലത്തും വെള്ളമുള്ളതാണെന്ന് തോന്നുന്നു. പിന്നെ നല്ല നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയുണ്ട്. ഉണ്ടക്കല്ലുകളൊക്കെയാണ് അതിനകത്ത് കിടക്കുന്നത്. നല്ല കുഞ്ഞു ഉണ്ടക്കല്ലുകൾ, നമ്മുടെ പെബിൾ സ്റ്റോൺസ് പോലെ ഉള്ള കല്ലുകളാണ് കൂടുതൽ. ചവിട്ടി നടക്കുമ്പോൾ സൂക്ഷിക്കണം അന്നത്തിൽ ഇറങ്ങുമ്പോൾ. കാരണം ചെറിയ വഴുക്കലൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ തെറ്റി വീഴാനും പിന്നെ നമ്മുടെ കാലൊക്കെ തട്ടി വേദന എടുക്കാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ എനിക്കതൊക്കെ സംഭവിച്ചു. അതുകൊണ്ടാണ് പിന്നെ ഇവിടെ ഒന്ന് നോക്കിയാൽ കുറച്ച് ദൂരം നല്ല ഭംഗിയായിട്ട് നടന്ന് അങ്ങ് വരെ ചെല്ലാം. ഒരു ഈവനിങ് സമയമൊക്കെ ആണെങ്കിൽ, ഒരു സൺസെറ്റിന് മുമ്പുള്ള സമയമൊക്കെ ആണെങ്കിൽ ഒരു ബുക്കൊക്കെ എടുത്ത് വായിച്ച് അവിടെ പോയിരിക്കാനൊക്കെ നല്ല സുഖം. നല്ല കാണാനായിട്ടുള്ള പ്ലേസാണ്. ഒരുപാട് കിളികൾ, നല്ല ഭംഗിയുള്ള കുഞ്ഞു കിളികളൊക്കെ ധാരാളമുണ്ട്. പിന്നെ ദൂരെ നിന്ന് നോക്കുമ്പോൾ വെസ്റ്റേൺ ഘട്ടിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ആനമല, ആനമുടി ഏരിയ ആണെന്ന് തോന്നുന്നു ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത്. വെള്ളത്തിനിങ്ങനെ നടക്കാൻ നല്ല രസമാണ്. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേർ, പക്ഷേ കുട്ടികൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റി വീഴാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട്. എന്താ അവിടെ റോഡ് കാണുന്നുണ്ട് ദൂരത്ത്. നമ്മൾ ഈ തോട്ടിൽ കൂടെ നടക്കാം, കുറേ നേരം കളിക്കാം, അതിൻ്റെ തീരത്തിരിക്കാം. കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചില്ലാവാം. പെർമിഷൻ എടുക്കണോ എന്നുള്ളത് അറിയില്ല. ഞങ്ങൾ കയറിയപ്പോൾ പെർമിഷനൊന്നും എടുത്തില്ല, നേരെ പോകുമായിരുന്നു. ഒരു കൊള്ളില്ലാത്ത വഴി കൂടെയാണ് ഞങ്ങൾ പോകുന്നത്. ഇതിപ്പം നമ്മൾ കാണുന്നത് കുഞ്ചിത്തണ്ണി പോകുന്ന വഴിയാണ്. ഇടുക്കി കുഞ്ചിത്തണ്ണി റോഡാണിത്. ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. കുറച്ച് താഴത്തായിട്ടാണ്, നമുക്കത് കണ്ടില്ല, നമ്മുടെ ഫ്രെയിമിൽ അത് എടുക്കാൻ പറ്റിയില്ല. കുറച്ച് അത് നമ്മൾ അതിനേക്ക് അടുത്ത് ചെല്ലും തോറും നമുക്കത് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുപോലെ കുറച്ച് റിസ്ക് സ്ഥലമാണിത്. കൊള്ളാം.